ചേട്ടാ എന്നെയാണോ? എന്താ ചേട്ടൻ എന്താ എപ്പോഴും തന്നെ ഇരിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ നോക്കിയിരിക്കുക. ചേട്ടന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എവിടെ അത് പോയത്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങള് 3 പേരായിരുന്നു ഫ്രണ്ട്സ്. എന്നിട്ട് അവരൊക്കെ എന്ത് ചേട്ടാ? ബാക്കി അത് നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ഞങ്ങൾ 3 പേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അവന്മാരുടെ എല്ലാ പ്രശ്നത്തിലും ഞാൻ എപ്പോഴും കൂടെയുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോ അവന്മാരെന്നെ ഒഴിവാക്കി. ചേട്ടന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ എവിടെയാ? അവരെവിടെയുണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞാനിപ്പോ തീർത്തുതരാം. ഞാൻ നിൽക്കുന്ന അവന്മാര് പറയുന്നോണ്ടൊന്നും തോന്നുന്നില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ വഴക്കൊക്കെ ഉണ്ട്. അതിന്റെ പേരിൽ ഒരാളെ തന്നെ ആക്കുമല്ലോ വേണ്ടത്. നിന്നോട് ഇവിടെ വന്നേക്കല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? നമുക്ക് പോകാം, അല്ലാതെ തന്നെ ഞാൻ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഇവന്മാരൊന്നും ഇല്ലെങ്കിലും ചേട്ടൻ എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ചേട്ടൻ അങ്ങോട്ട് പോയി ഇവന്മാരോട് 2 വർത്താനം പറഞ്ഞിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ അവനെ മാറ്റി നിർത്തി. നാളെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും, അന്ന് നിങ്ങൾ പഠിക്കും. എന്റെ പൊന്നു മകളെ, നിനക്ക് അവന്റെ സ്വഭാവം അറിയാൻ മേലാ. ഈ ലോകത്തുള്ള സകലമാന വള്ളിയും പിടിച്ചോണ്ട് വരുന്ന അവന്റെ പേര് തന്നെ വള്ളി വിഷ്ണു എന്നാ. ചേട്ടാ വള്ളിയോ എന്ന് വെച്ചാ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം ഞങ്ങളുടെ റീയൂണിയൻ ആയിരുന്നു. അന്ന് ഞങ്ങൾ സാറിനെയും കൊണ്ട് ഒരു അൽഫാം തിന്നാൻ പോയി. സാറ് ചെസ്റ്റ് പീസ് കൊടുത്തില്ലെന്നും പറഞ്ഞ പ്ലേറ്റും കൊണ്ട് അവൻ സാറിന്റെ തല തല്ലി പൊളിച്ച് വെച്ചിട്ട് പോടാ. നിന്നെ ഞാൻ കാണിച്ചു തരാം. പ്രശ്നം വന്നിട്ടുണ്ട്, നീ എന്റെ കൂടെ നിൽക്കണം. എന്നാ ചേട്ടാ പ്രശ്നം? എടി, നീ ഒരു പീഡന കേസ് കൊടുക്കണം. ആർക്കെതിരെ? എന്തിന്? എന്റെ അച്ഛനോട് സിനിമയ്ക്ക് പോകാൻ പൈസ വെച്ചപ്പോ തരുവെന്ന അവനെതിരെ കള്ളക്കേസ് കൊടുക്കണം. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അവന് നമുക്ക് പൂളണം. എന്ത് പൂളാൻ? ആരെ പൂളാൻ? ഒന്ന് പോ ചേട്ടാ.